നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് പാൽ പൊറോട്ടയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന പൊറോട്ടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ തന്നെ ടേസ്റ്റുള്ള ഒരു പൊറോട്ടയാണിത്. ഇത് ബംഗ്ലാദേശിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ ശരിക്കും സ്നാക്കായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പാൽ പൊറോട്ട എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് മൈദ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മൈദ ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഈ മൈദ വെച്ച് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും താല്പര്യം ഇല്ല എന്നാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാം. ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നെയ്യ് വെച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ചെറു ചൂടുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒത്തിരി ചൂടായിട്ട് വേണ്ട, ഒരു ചെറു ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പൊക്കെ മതിയാകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനൊരു ഇത്തിരി മാത്രമേ ആദ്യം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ ഓയിലും ഈ പാലൊക്കെ ആയിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കി ആവശ്യാനുസരണം പാല് ചേർത്ത് നല്ലതുപോലെ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ല, അതല്ലെങ്കിൽ നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴച്ച് ശരിക്കും പൊറോട്ടയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം കയ്യിലോട്ടേക്ക് ഒരു ഇത്തിരി എണ്ണ തടവുക. വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഇതുപോലെ ഉള്ളിലോട്ടൊക്കെ ആക്കിയിട്ട് ഒന്ന് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ തന്നെ കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒത്തിരി അരമണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു 10 മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തേന് നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇതിന് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിനകത്തോട്ടേക്ക് പൊടിച്ച പഞ്ചസാരയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു 3 ടേബിൾ സ്പൂണിനടുത്താണ് കേട്ടോ ഉള്ളത്. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. കറക്റ്റ് ഒരു 3-3.5 ടേബിൾ സ്പൂണിനടുത്തുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ സ്പെഷ്യൽ ചേരുവയായിട്ടുള്ള പാൽപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 3 ടേബിൾ സ്പൂണിനടുത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും. ഇനി നമ്മുടെ ഫില്ലിങ്ങിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂണിനടുത്ത് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഏലക്കപ്പൊടി ചേർക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ട പൊടിച്ചിട്ടുള്ളത് ചേർക്കാം, അതല്ലെങ്കിൽ ജാതിക്കപ്പൊടി വേണമെങ്കിൽ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലേവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് ഏലക്കപ്പൊടി വെച്ച് ചെയ്തപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഒരു ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ പൊറോട്ട റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഉരുളകളാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ സൈസിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പലകയിലോട്ടേക്ക് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കാം. ഇതിലോട്ട് ഒരു റോള് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത് പോലെ നന്നായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിനകത്ത് പരത്തിയെടുക്കാം. ഒത്തിരി അങ്ങ് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമെങ്കിൽ നെയ്യ് തടവി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് ഗ്രീസ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ പരത്തി വെക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവനായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവനായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് വിതറി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നമുക്ക്. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഉൾഭാഗത്തോട്ടേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മറ്റേ സൈഡിൽ നിന്നും ഇതുപോലെ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട്
മറ്റേ സൈഡിൽ നിന്ന് കൂടി നമുക്ക് ഉള്ളിലോട്ടേക്കൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കാം. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൂടി ഒന്ന് മടക്കി, കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊന്ന്, എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ചുകൂടി മൈദ നമുക്ക് വെതറി കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി വലിപ്പത്തിൽ അങ്ങ് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഈ ഒരു സൈസിൽ നിങ്ങളൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിനകത്തോട്ടേക്ക് വെച്ച് കൊടുത്ത് 2 സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇതുപോലെ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും മാറി മാറി ഇത്തിരി ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്യാവശ്യം വണ്ണത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉള്ളൊക്കെ ശരിക്കും നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലേ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴേക്കും ഇതിൻ്റെ ഒരു കളറ് മാറി ഒരു ഗോൾഡൻ യെല്ലോ കളറാകാൻ തുടങ്ങും. അതിനുശേഷം ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അതും കൂടി ആകുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാകുക. ശരിക്കും ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടി വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതില്ലേ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കളറാകുമ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ പാനിലോട്ടേക്ക് തന്നെ ഞാനൊരു ഇത്തിരി വെജിറ്റബിൾ ഓയിലും കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാൽ പൊറോട്ട ഇതിനകത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് ശരിക്കും 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഇതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. ആ മൊരിഞ്ഞതും അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ച ഫില്ലിംഗ് ഒക്കെ കൂടി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് 2 സൈഡും നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പാൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല ലെയേഴ്സ് ആയിട്ട് ഉണ്ടാവുക. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിൻ്റെ അകത്ത്. കണ്ടില്ലേ, ശരിക്കും നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാകാമെന്ന് പറയാം. കാരണം നമ്മൾ ആ പാൽപ്പൊടിയും അതുപോലെ തന്നെ ഇതിനകത്ത് പഞ്ചസാരയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സ്വീറ്റായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ബംഗ്ലാദേശിൻ്റെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.